ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ ചോറെല്ലായി, ഇനിയിപ്പോൾ കറി വെക്കേണ്ടേ ഇതിൽ എന്നാ വെക്കേണ്ടതെന്ന് വെച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്. അപ്പോൾ പച്ചക്കറി ഒന്നും വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേണ്ട. നമുക്കിവിടെ ഒരുപാട് നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വഴുതനങ്ങേൻ്റെ തൈ ഉണ്ടായിരുന്നേ. അപ്പോൾ അതിനകത്ത് ഒരുപാട് നമുക്ക് വഴുതനങ്ങ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ കടയിലെല്ലാം കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വലിയ പൈസയും കിട്ടില്ല, പിന്നെ കുറച്ച് നമ്മൾ അത്യാവശ്യത്തിന് കിട്ടും, ഒരുപാട് വിൽക്കാൻ പാകത്തിനില്ല. അപ്പോൾ ഇവിടെ വരുന്നവർക്കെല്ലാം നമ്മളങ്ങനെ കൊടുക്കാറാണ് പതിയെ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളിവിടെ വരുമ്പോൾ ഞാൻ ഒരാളോട് ചോദിക്കും, വഴുതനങ്ങനെ കൊണ്ട് എന്തെങ്കിലും വെറൈറ്റി ഒക്കെ ആക്കാൻ പറ്റുമോ. നമ്മളൊട്ടാകെ ചെയ്യുന്നത് ഒന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വഴുതനങ്ങ നമ്മൾ മീനെല്ലാം പൊരിക്കുന്ന പോലെ ഒന്നുകിൽ നീളത്തിൽ അല്ലെങ്കിൽ റൗണ്ടിൽ ആ രീതിയിൽ മുറിച്ചിട്ട് നമ്മൾ പൊരിക്കും. അതായത് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ഇട്ടിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കും. അത് കഴിഞ്ഞാൽ പിള്ളേർ രണ്ടാളും തിന്നുവേ. പിന്നെ എപ്പോൾ നമ്മൾ ഈ എണ്ണയിലിട്ട് വഴറ്റിയിട്ട് അധികം എണ്ണ നല്ലോണം വേണം തന്നെ അങ്ങനെയാകുമ്പോൾ. പിന്നെ നമ്മൾ പണ്ട് തൊട്ടേ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ സാധാരണ ഓലം വെക്കൽ നമ്മൾ നീളത്തിൽ മുറിച്ചിട്ടാകുമ്പോൾ ഇത് വെക്കും. മെഴുക്കുവരട്ടിന്ന് വന്നാൽ പറയാം, നമ്മൾ ഓലം എന്ന് പറയല്. അത് സാധാരണ കുറച്ച് വെള്ളം വെച്ചിട്ടാകുമ്പോൾ അധികം ഉടയാത്ത വിധത്തിൽ വെച്ചിട്ടാകുമ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. അതിൻ്റെ കുറച്ച് ചാർജ് ആയതിന് ശേഷം ഞാനിങ്ങനെ എടുത്തിട്ടായത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഓലിനിങ്ങനെ നമ്മളിങ്ങനെ മുറിച്ചിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് പച്ചമുളകും കീറിയിട്ട് കുറച്ച് തേങ്ങയും ചേർത്തിടും. എന്നിട്ട് ഉടയാണ്ടാകുമ്പോൾ കുറച്ച് ചെറുങ്ങനെ ചൂട് കയറുമല്ലോ, ആ ഒരു രീതിയിലെടുത്ത് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ നനച്ചു കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ മെയിനായിട്ട് വഴുതനങ്ങ വെക്കൽ. പിന്നെ ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞ നേരത്തെ പൊരിച്ചതുപോലെ മീൻ വറക്കുന്ന പോലെ അങ്ങനെ ഇതാക്കിയെടുക്കും. വേറൊരു രീതി നമ്മൾ ഇതുവരെ വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വന്ന സമയത്ത് നമുക്കൊരു തോരൻ വെക്കുന്ന ഒരു നല്ല അടിപൊളി രീതി പറഞ്ഞു തന്നു. അപ്പോൾ ഞാനെന്ത് കൊടുത്തതെന്ന് വെച്ചാൽ അങ്ങനെ വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് പിന്നെ ഒന്നും അധികം പരീക്ഷിക്കാത്തത്, ചിലപ്പോൾ രസമുണ്ട് പറഞ്ഞാലും ആക്കിയിട്ട് ചിലപ്പോൾ ചാടേണ്ട അവസ്ഥ വരലുണ്ട്, നമുക്ക് ആ ഒരു രീതിയിൽ ടേസ്റ്റ് കിട്ടില്ല. പക്ഷെ നമ്മൾ ഇവിടെ വന്ന് നമ്മുടെ ഡാൻസ് കളിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഇവിടെ ഞാൻ ചോദിച്ചപ്പം അപ്പോൾ വെക്കേണ്ട രണ്ട് രീതി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മൾ ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പോലെ റൗണ്ടിൽ മുറിച്ചിട്ട് പൊരിച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ അകത്ത് പച്ച തൈരില്ലേ അത് ഒഴിച്ചിട്ടാകുമ്പം നമ്മൾ കടുകും കറിവേപ്പിലയും താളിച്ചിട്ട് അതിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുക്കുക. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ആക്കി നോക്കി, അത് ഞാൻ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഈ തോരൻ വെക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം ആദ്യം. അപ്പോൾ ടേസ്റ്റ് ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുകയും വേണം കേട്ടോ. അപ്പം അമ്മക്കൊന്നും വഴുതനങ്ങ കറി വെക്കുന്നത് തീരെ ഇഷ്ടമല്ല. അമ്മ ഇന്നെന്താ കറി വെക്കുന്നത് കേൾക്കുമ്പോൾ പിന്നെ ഞാൻ വഴുതനങ്ങ മരവതന വീടരുതര ഇങ്ങനെ എളിഞ്ഞു വന്നിരുന്നു. അപ്പോൾ പിന്നെ അവർ പറഞ്ഞ രീതിയിൽ ഞാനൊന്ന് വെച്ചതിന് ശേഷം അമ്മ ചോറുണ്ടതിന് ശേഷം വെറുതെ കയ്യിലെടുത്ത് ഞാൻ ഇങ്ങനെ തിന്നു. ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്നലെ അതുപോലെ വെച്ചു. അപ്പോൾ ഇന്നലെ അത് വെച്ച പോലെ വെച്ചുകൊണ്ട് ഇവിടെ നല്ല വൃത്തിക്ക് ചിലവായിട്ടുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു ഇനി നമുക്ക് അധികം വെക്കാട്ടോ. അപ്പോൾ എങ്ങനെയാലും നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ഒന്ന് ഈ രീതിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണണം. ഓക്കെ, നമുക്ക് വഴുതനങ്ങ വരിക്കാം. അപ്പോൾ കുറേ വഴുതനങ്ങയിലും ഞാൻ പറഞ്ഞില്ല, 2 ദിവസം നമ്മൾ അടുപ്പിച്ച് വെച്ചു. ആദ്യത്തെ ദിവസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്രാവശ്യം കൂടി വെക്കാമെന്ന് വെച്ചാൽ, ഇന്നും ഒരു ദിവസം കൂടി വെക്കാം. അപ്പോൾ അത് പറിച്ചെടുക്കേണ്ടത് ഇതിലെല്ലാം ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. കണ്ടാ, ഇതെല്ലാം ഉണ്ടായി വരുന്നുണ്ട്. കാണുന്നില്ലേ, ഒരുപാടുണ്ട്. അപ്പുറത്തെ വശത്തെല്ലാം ഉണ്ട്. ഇതെല്ലാം 4 തൈകളുണ്ട്. ഇതാണല്ലേ, ഇതെല്ലാം ഞാൻ പറിക്കാണ്ട് പയ്യെ മൂത്തിരുതാ കാണുന്നില്ലേ. അതുപോലെ നമുക്ക് അവിടെയുണ്ട്, അതുപോലെ തന്നെ ഇവിടെയുണ്ട്. വഴുതനങ്ങ നന്നായിട്ടുണ്ട്. പക്ഷെ പയറൊന്നും നമ്മൾ ആ ഒരു കുറ്റിപ്പയറായിരുന്നു. കുറ്റിപ്പയറാണെന്നല്ലേ, ഒരു ഗുണമില്ലാത്ത പയറ. ഈ ഒരു രീതിയിൽ മാത്രമുള്ളത്. ഇതധികം നമ്മൾ അതുകൊണ്ട് തന്നെ വേണ്ടാന്നുള്ള രീതിയിൽ അധികം പറിക്കലുമില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പയറിന് വലിയ താല്പര്യമില്ല. അപ്പം മഴയെല്ലാം വരുന്നുണ്ട്. ഞാനൊരു 3-4 എണ്ണം പറിച്ചിട്ട്, ഇത്ര പരി വലിപ്പമില്ലാതെ കിട്ടുന്നു, 3-4 എണ്ണം പറിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ബാക്കി നമുക്ക് കാണാം. കുഞ്ഞിക്കപ്പക്കേൻ്റെ മുകളിൽ എന്ത് കണ്ടത്, 2 കപ്പക്ക കേട്ടാ. വാവ്, ഇങ്ങനെ വരിക്കാനേ ഉള്ളൂ. സൂപ്പർ. ഇതിന് മുകളിലും ഉണ്ട് കണ്ടാ പഴുത്ത് വരുന്നത്. പക്ഷെ നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് വയ്ക്കാം. മൂവണ്ട കപ്പക്ക. നമ്മുടെ റെഡ് ലേഡി ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇതാ കേടാ,
അതിൻ്റെ മുകളിലുണ്ട്. കപ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വഴുതനങ്ങ കറി വെച്ചിട്ട് വരാം. അതിൻ്റെ ഇടയ്ക്ക് മഴയെല്ലാം പെയ്യുന്നതുകൊണ്ട് തുണിയെടുക്കാൻ വേണ്ടി പോയതാണേ. അങ്ങനെ ഞാൻ വഴുതനങ്ങ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചൊരു സോസ് പാൻ, നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുന്ന ഏറ്റവും നല്ലത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കടുകും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പൊട്ടിയതിന് ശേഷം ചുവന്നുള്ളി, അതന്നെ വേണേ, സവാളയാകുമ്പോൾ രസം ഉണ്ടാവില്ല. ചുവന്നുള്ളി, ഒരു 3-4-5 പച്ചമുളകും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പച്ചക്കുത്ത് മാറിയതിന് ശേഷം, അതായത് ഒരു കളർ മാറിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട്, മുളക് പൊടീൻ്റെ ഒരു പച്ചക്കുത്ത് മാറിയതിന് ശേഷം അധികം കരിയണ്ട. അതിന് ശേഷം നമുക്ക് നമ്മൾ മുറിച്ച് വെച്ച വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ ഓലം വെക്കാൻ വേണ്ടിയായിരുന്നു ഈ രീതിയിൽ മുറിച്ച് വെച്ചത്. അപ്പോൾ അവർ വന്നപ്പോൾ പറഞ്ഞ് ഇങ്ങനെ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എങ്ങനെയാണ് മുറിക്കേണ്ടതെന്ന് പിന്നെ ചോദിക്കാം. ഞാൻ ഓൾറെഡി മുറിച്ച് വെച്ചല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു, സൂപ്പർ ടേസ്റ്റ്, തമാശക്ക് പറയുന്നതല്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചൊന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുകയും വേണ്ട. പിന്നെ നമ്മൾ സാധാ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് അടിക്ക് ഒന്നുകിൽ ഇങ്ങനെ പെട്ടെന്നത് അടിക്ക് പിടിക്കാനും സാധ്യതയുണ്ട്. പിന്നെ അത് മാത്രം നമുക്കിങ്ങനെ ഇളകി കിട്ടൂല, അടിക്ക് പിടിക്കുകയും ചെയ്യും. പെട്ടെന്ന് വെന്തിട്ട് പാത്രത്തിലെല്ലാം പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട്, ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാകുമ്പം ഇതുപോലെ ആയി കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് ഇതുപോലെ അതിന് ശേഷം ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കുക. പാത്രത്തിൽ ഇങ്ങനെ വിട്ട് വരും. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാകുമ്പോൾ, ബാക്കിയുള്ള പാത്രത്തിലാകുമ്പോൾ ഇതുപോലെ ആയി കിട്ടാൻ സാധ്യത കുറവായിരിക്കും. അപ്പോൾ നല്ല അടിപൊളി ഇത് മെഴുക്ക് പുരട്ടി വഴുതനങ്ങ ആയി കിട്ടിയിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, തമാശ പറയുന്നില്ല. ഉണ്ടാക്കി നോക്കുക. വഴുതനങ്ങ വെറുതെ കളയുന്നവരാണെങ്കിൽ ഒന്നിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക, നോക്കുക, നിങ്ങളൊരിക്കലും കളയില്ല. അപ്പം ഞാനിന്ന് ചോറ് എടുത്തിട്ട് അതിൻ്റെ അപ്പുറം ഇപ്പം തന്നെ കഴിക്കാൻ വേണ്ടി പോയിരുന്നു. ഏകദേശം ഉച്ച സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് തൈരും പ്രത്യേകിച്ചൊന്നും കറിയൊന്നും ആക്കിയിട്ടുണ്ടായിട്ടില്ല. കഞ്ഞി, പിള്ളേർക്കെല്ലാം കഞ്ഞി കൊടുക്കാമെന്ന് വെച്ചപ്പോൾ അവർക്ക് കഞ്ഞിയും കൊടുത്ത് ഞാൻ പിന്നെ വിചാരിച്ചു കുറച്ച് തൈരും ഇങ്ങനെയും കൂട്ടിയിട്ട് തിന്നണമെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ കുറച്ച് ചോറ് എടുക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ചോറും തൈരും പിന്നെ കാന്താരി എല്ലാം അമ്മ പറിച്ചിട്ട് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പച്ചക്കാന്താരി കിട്ടാനില്ല. തൈരിൽ പച്ചക്കാന്താരി ചിലക്കുന്നൊരു പ്രത്യേക ടേസ്റ്റ് ഇല്ല. അപ്പോൾ പച്ചക്കാന്താരി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉപ്പിലിട്ട കാന്താരി ഉണ്ടായിരുന്നു, അതും കൂടി 3-4 ഞാനിങ്ങനെ തൈരില്ലാത്ത ഉടക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ പപ്പടം. അപ്പോൾ ഇതും കൂട്ടി ഒരു പിടുത്തങ്ങ് പിടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വഴുതനങ്ങ ഇല്ലവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് എന്നെപ്പോലെ ഇഷ്ടമല്ലാണ്ട് വഴുതനങ്ങ ചാടുന്നവർ അല്ലെങ്കിൽ അയൽവക്കത്ത് കൊടുക്കുന്നവരെല്ലാം ഒന്ന് വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം, മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ഓക്കെ, ബൈ ബൈ.